ആലപ്പുഴ കണ്ണങ്കര ചിറക്കൽ ഗൗരീശങ്കര ക്ഷേത്രത്തിലെ തിരുവാഭരണം മോഷണം പോയി. ശ്രീകോവിലിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന തിരുവാഭരണമാണ് മോഷണം പോയത്. ദേവിക്ക് ചാർത്തുന്ന 16 ഗ്രാം ഷോമാലയുൾപ്പെടെ 4 പവൻ തൂക്കം വരുന്ന സ്വർണം മോഷ്ടിച്ചു. ക്ഷേത്രത്തിൽ കീഴ്ശാന്തിയായിരുന്ന കടലുണ്ടി സ്വദേശി ശശിധരനെ കാണാതായിട്ടുണ്ട്. വിവരങ്ങളുമായി അമൽ സുരേന്ദ്രൻ ചേരുകയാണ്. അമൽ, എങ്ങനെയാണ് അന്വേഷണം പുരോഗമിക്കുന്നത്? വിശദാംശങ്ങൾ. ആലപ്പുഴ കണ്ണങ്കര ചിറക്കൽ ഗൗരീശങ്കര ക്ഷേത്രത്തിലാണ് തിരുവാഭരണം മോഷണം പോയിട്ടുള്ളത്. ശ്രീകോവിലിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന തിരുവാഭരണമാണ് മോഷണം പോയത്. ദേവിക്ക് ചാർത്തുന്ന 16 ഗ്രാം ഷോമാല ഉൾപ്പെടെ 4 പവൻ തൂക്കം വരുന്ന സ്വർണമാണ് മോഷ്ടിക്കപ്പെട്ടത്. പോലീസ് അവിടെ പരിശോധന നടത്തുകയാണ്. നേരത്തെയും ഇത് സംബന്ധിച്ച ഒരു പരിശോധനയ്ക്ക് ശേഷം അവിടെ നിന്ന് ക്ഷേത്രത്തിൽ കീഴ്ശാന്തിയായിരുന്ന കടലുണ്ടി സ്വദേശി ശശിധരനെ കാണാതായിട്ടുണ്ട്. അയാൾക്ക് വേണ്ടിയും തെരച്ചിൽ തുടരുകയാണ്. എന്തായാലും വലിയ ഒരു സംഭവമാണ്. കാരണം 4 പവൻ തൂക്കം വരുന്ന സ്വർണം, പ്രത്യേകിച്ച് അവിടെ ക്ഷേത്രത്തിലെ തിരുവാഭരണം മോഷണം പോയി എന്നത് ആ സ്ഥലങ്ങളിലൊക്കെ തന്നെ വലിയ പരിശോധന ഇപ്പോൾ പോലീസ് നടത്തുകയാണ്. അമൽ സുരേന്ദ്രൻ ചേരുകയാണ്. അമൽ, വിശദാംശങ്ങൾ. ബുധനാഴ്ച വൈകിട്ട് 7:15 നടയടിച്ചിറങ്ങുമ്പോൾ ക്ഷേത്രത്തിനുള്ളിൽ തിരുവാഭരണം ഉണ്ടായിരുന്നു എന്നാണ് മേൽശാന്തി നൽകിയിരിക്കുന്ന മൊഴി. ഏതായാലും വ്യാഴാഴ്ച രാവിലെയാണ് ഈ മോഷണം പോയി എന്ന കാര്യം മനസ്സിലാക്കുന്നത്. തണ്ണീർമുക്കം കണ്ണങ്കര ക്ഷേത്രത്തിലാണ്, ഗൗരീശങ്കര ക്ഷേത്രത്തിലാണ് മോഷണം സംഭവിച്ചിരിക്കുന്നത്. ഈ മോഷണം പോയ മുതൽ എന്ന് പറയുന്നത് 16 ഗ്രാമിന്റെ ഷോമാല ഉൾപ്പെടെ 4 പവന്റെ മറ്റ് ആഭരണങ്ങളും ഇപ്പോൾ മോഷണം പോയിട്ടുണ്ട്. ഏതായാലും ക്ഷേത്രം ഭാരവാഹികളുടെ പരാതിയെ തുടർന്ന് മുഹമ്മ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 3 മാസങ്ങൾക്ക് മുൻപാണ് ഈ ക്ഷേത്രത്തിൽ ഒരു കീഴ്ശാന്തിയായിട്ട് കോഴിക്കോട് സ്വദേശിയായ ഒരു മധ്യവയസ്കൻ ജോലിക്ക് എത്തുന്നത്. ഇദ്ദേഹത്തിനെ ഭാര്യയും മക്കളും ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാണ് ഇവിടെ ജോലിക്ക് കയറുന്നത്. കൃത്യമായി പറഞ്ഞാൽ സെപ്റ്റംബർ മാസത്തിലാണ് ഇദ്ദേഹം ജോലിയിൽ പ്രവേശിക്കുന്നത്. ഇദ്ദേഹം താമസിക്കുന്ന മുറിയോട് അടുത്ത് തന്നെയാണ് ഈ ശ്രീകോവിലിൽ, അതായത് തിരുവാഭരണം വെച്ചിരിക്കുന്നതിന്റെ താക്കോലടക്കമുള്ളവ സൂക്ഷിച്ചിരിക്കുന്നത്. ഏതായാലും ഈ തിരുവാഭരണത്തിനോടൊപ്പം തന്നെ ഈ കീഴ്ശാന്തിയെയും ഇപ്പോൾ കാണാതായിട്ടുണ്ട്. ഇദ്ദേഹത്തിന് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന്റെ ആധാർ കാർഡിൽ കൊടുത്തിരിക്കുന്ന വിലാസം എന്നത് അത് തമിഴ്നാട് കേന്ദ്രീകരിച്ചുള്ള ഒരു വിലാസമാണ്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടി അന്വേഷണം വിപുലീകരിക്കുവാനുള്ള ശ്രമത്തിലാണ് പോലീസ്. രുചീഷ്. ശരിയാണ്.